നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരുന്ന വാർത്ത നിങ്ങൾ കണ്ടോ? നിങ്ങളിൽ എത്ര പേര് ഈ ഒരു സംഭവം അറിഞ്ഞു? അധികം ആരും ഈ വാർത്ത അറിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ന്യൂസ് ചാനലുകാരും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ ന്യൂസ് ചാനലുകാർ മാത്രമാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ഇതിനെ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. സാധാരണഗതിയിൽ സുരേഷ് ഗോപി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അപ്പം തന്നെ എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്, അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. പക്ഷേ നല്ല കാര്യം ചെയ്യുമ്പോൾ മാത്രം ആരും അതിനെ പറ്റിയിട്ട് സംസാരിക്കാറുമില്ല, അതിനെ പറ്റിയിട്ട് ചർച്ച നടത്താറുമില്ല. അതിനൊരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട്. 90% ആൾക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അയാളുടെ രാഷ്ട്രീയം, അയാളുടെ മതം, ജാതി, ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു മനുഷ്യനെ പെട്ടെന്ന് വിലയിരുത്തുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യുകയും ചെയ്യും. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം MP ആയി തൃശ്ശൂർ ജയിച്ചു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി. മന്ത്രിസ്ഥാനം കിട്ടിയ ആ സമയത്ത് അദ്ദേഹം നടത്തിയ പല പ്രകടനങ്ങളും നമുക്ക് എല്ലാവർക്കും വിയോജിപ്പുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് ഞാൻ അതിനെ പറ്റിയിട്ട് വിമർശിച്ചു തന്നെയാണ് വീഡിയോ ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, അദ്ദേഹം തെറ്റ് ചെയ്തപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്ന് വെച്ച് അദ്ദേഹം ശരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുകയും ശരി ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. ആ സമയത്ത് ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല, മതം നോക്കാറില്ല, വേറൊന്നും നോക്കാറില്ല. പലപ്പോഴും പല ആൾക്കാരും പക്ഷെ രാഷ്ട്രീയം നോക്കും. രാഷ്ട്രീയം നോക്കിയതിന് ശേഷം മാത്രമേ ഒരാൾ നല്ലതാണോ ചീത്തയാണോ ചെയ്തത് എന്ന് ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. ഈവൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നല്ലത് ചെയ്തു കഴിഞ്ഞാലും പലരും അംഗീകരിക്കത്തില്ല, അതിനെ പറ്റിയിട്ട് സംസാരിക്കത്തില്ല. എന്നാൽ എനിക്ക് തോന്നി അതിനെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന്. കാരണം നല്ല കാര്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ 20-ാം തീയതി റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ചാനലുകാരൊന്നും തന്നെ അധികം ഈ വാർത്തയെ പറ്റിയിട്ട് സംസാരിച്ചില്ല. അപ്പോൾ തിരുവനന്തപുരത്താണ് ഒരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ വിനോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ബാങ്കുകാർ വന്നിട്ട് ജപ്തി ചെയ്യുകയാണ്. അപ്പോൾ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുന്ന സമയത്ത് ആ വീട്ടിൽ വിനോദിന്റെ ഭാര്യയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ടോട്ടലി വയ്യാത്ത അമ്മയാണ്, ആസ്മയുള്ള അമ്മയാണ്, മരുന്നുകളും ഇൻഹേലറും ഒക്കെ ഉപയോഗിക്കുന്ന അമ്മയാണ്. പിന്നെ പ്രായസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ആ അമ്മയ്ക്കുണ്ട്. ഇനി വിനോദിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ വിനോദിനും വയ്യ, അസുഖമാണ്, ചികിത്സയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ വിനോദ്. എന്നാലും വിനോദ് ജോലി തേടിപ്പോയ ആ ഒരു സമയത്താണ് ഇവിടേക്ക് ബാങ്കുകാർ വരുന്നതും ബാങ്കുകാർ അവരെ ബലമായിട്ട് പുറത്തേക്ക് ഇറക്കി നിർത്തുകയും ബാങ്ക് ജപ്തി ചെയ്ത് പൂട്ടിയിട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഈ അമ്മയ്ക്ക് മരുന്ന് ഉപയോഗിക്കണം. അവർക്ക് 2 പെൺമക്കളുണ്ട്. ഈ വിനോദിന് 2 പെൺമക്കളാണ്. പെൺമക്കൾ സ്കൂളിൽ പോയേക്കാണ്. 3:30 കൂടിയിട്ടാണ് ജപ്തി നടക്കുന്നത്. അങ്ങനെ ഇവർ വെളിയിൽ ഇരിക്കുകയാണ്. വെളിയിലിരുന്ന സമയത്ത് പെൺമക്കളും വന്നു. അങ്ങനെ ഈ 4 സ്ത്രീകളും കൂടി വെളിയിലിരിക്കുകയാണ്. അവരുടെ ബുക്ക് എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം എടുക്കാനോ മരുന്ന് എടുക്കാനോ പോലും ഈ ബാങ്കുകാർ അനുവദിച്ചില്ല. അപ്പോൾ ഇവർ വെളിയിലിരുന്ന് കരഞ്ഞപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടി പ്രാദേശികമായിട്ടുള്ള ന്യൂസ് ചാനലുകാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും വന്നു. അവർ പെട്ടെന്ന് എന്ത് ചെയ്തു, റിപ്പോർട്ടർ ചാനലിലെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ഈ ചാനലുകാരെ വിവരം അറിയിച്ചപ്പോൾ അവരും അപ്പോൾ തന്നെ സ്ഥലത്ത് വന്ന് ലൈവായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് അവർ വാർത്ത കൊടുത്തു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കാര്യം അറിഞ്ഞു. ഈ ഒരു കാര്യം അറിഞ്ഞ ആ ഒരു സമയത്ത് ഈ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി സാർ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലുകാരെ വിളിച്ചിട്ട് ആ വീടിന് എത്ര രൂപ ബാധ്യതയുണ്ടോ, 4 ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട്. അപ്പോൾ അതെന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ച് കിട്ടി. ഈ വിനോദിനൊക്കെ വീട് അനുവദിച്ച് കിട്ടി. വീട് അനുവദിച്ച് കിട്ടിയപ്പോൾ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടുന്ന കുറച്ച് തുകയാണ്, എനിക്കൊന്നു 5 ലക്ഷം രൂപ എങ്ങാണ്ടേ കിട്ടത്തോളം തോന്നുന്നു. എനിക്ക് അറിയത്തില്ല എത്ര രൂപയാണ് ലൈഫ് മിഷനിലൂടെ കിട്ടുന്നത് എന്ന്. അത് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ ആ കിട്ടിയ തുക കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വീട് വെക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുടുംബത്തിൽ 5 പേരുണ്ട്. 5 പേർക്കും കൂടി കഴിയത്തക്ക രീതിയിലുള്ളൊരു വീട് വെക്കണമല്ലോ. അപ്പോൾ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയ ആ പൈസ കൊണ്ട് വീട് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ പൈസ തികയാതെ വന്നപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തു. അപ്പോൾ തൊട്ടടുത്ത ബാങ്കിൽ നിന്ന് ഒരു 3.5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അപ്പം പതുക്കെ അടച്ചു പോകാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ലോൺ എടുത്തത്. വിനോദിന് പണിയും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ വിനോദിന് വയ്യാതായി, പണിയൊക്കെ നഷ്ടപ്പെട്ടു, വയ്യാതെയായി. അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ എല്ലാം കാര്യം പരിതാപകരമാണ്. അമ്മയ്ക്ക് വയ്യ, അമ്മയെ ചികിത്സിപ്പിക്കണം. വിനോദിനും വയ്യാതെയായി, 2 മക്കളുണ്ട്, മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ടോട്ടലി വല്ലാത്തൊരവസ്ഥയായപ്പോൾ ഈ ഹൗസിംഗ് ലോൺ മുടങ്ങി. അതാണ്ട് 50,000 രൂപയോളം അവർ തിരിച്ചടച്ചു. പക്ഷേ ബാക്കി അടയ്ക്കാൻ ഒരു നിർവാഹവും ഇല്ലാതെ ആയതോട് കൂടിയിട്ട്
ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തു. ബാങ്കുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് പൈസ തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ജപ്തി ചെയ്യും, കാരണം അവർക്ക് പൈസ വസൂലാക്കണമല്ലോ. അങ്ങനെ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തു. അപ്പോൾ ഈ ജപ്തിയുടെ നോട്ടീസിൽ എഴുതിയിരുന്നത് 4 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ്. അപ്പോൾ അന്ന് രാത്രി തന്നെ പൈസ അടച്ചോളാമെന്ന് സുരേഷ് ഗോപി സാറ് പറഞ്ഞു. കാരണം ഇവരെ ഇങ്ങനെ വെളിയിലിരുത്താൻ പറ്റത്തില്ല. ഈ 4 പേരിങ്ങനെ വെളിയിരിക്കുകയാണ്, പെൺമക്കളുണ്ട്, അവർ വെളിയിലിരിക്കുകയാണ്, മരുന്ന് ഉപയോഗിക്കേണ്ടതാണ് അമ്മയ്ക്ക്, അതൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ഇപ്പം ജപ്തി ചെയ്തെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ ആ അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് മരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സെങ്കിലും എടുക്കാൻ സമ്മതിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അതിന് പോലും സമ്മതിച്ചില്ല, ബലമായിട്ട് പുറത്തിറക്കി നിർത്തുകയാണ്. അപ്പം ഒന്നും ചെയ്യാനില്ലാത്ത ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ അവരിയ്ക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി സാറ് വിളിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ടർ ചാനലുകാർ പറഞ്ഞു സുരേഷ് ഗോപി സാറ് വിളിച്ചു, ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാമെന്ന്. പിന്നെ അന്ന് രാത്രി ഉറപ്പായിട്ടും ബാങ്ക് തുറക്കത്തില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം സുരേഷ് ഗോപി സാറ് കൊടുത്ത 4 ലക്ഷം രൂപയുമായിട്ട് ഇവർ ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 4 ലക്ഷം പോരാ, 5 ലക്ഷം വേണമെന്ന്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപ ആ ചാനലുകാരാണ് അടച്ചത്. അങ്ങനെ 5 ലക്ഷം രൂപ അടച്ച് അവർക്ക് വീട് തിരികെ കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണം. ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഓടിയെത്തണം, അവർക്ക് സഹായം ചെയ്യണം. ഈ 4 ലക്ഷം രൂപ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ഫണ്ടിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ ആയിരിക്കാം വിട്ടുകൊടുത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് 2 തൂണും കെട്ടി അതിന് മണ്ടയ്ക്ക് ഒരു ഷീറ്റും വലിച്ചു കെട്ടിയിട്ട് 4 ലക്ഷം രൂപയായിട്ടുള്ളെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപയായി എന്ന് പറഞ്ഞ് കണക്കെഴുതി അത്രയും രൂപ സ്വന്തം കീശയിലേക്ക് നിറയ്ക്കുന്ന ജനപ്രതിനിധികളുള്ള നാടാണ് നമ്മുടെ. ആ ഒരു സമയത്ത് 4 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? ഉറപ്പായിട്ടും വലിയൊരു കാര്യമാണ്. ആ ചാനലുകാരൻ ചെയ്തത് നല്ല കാര്യമാണ്. ഏത് വ്യക്തികൾ നല്ലത് ചെയ്താലും നമ്മൾ നല്ലതാണ് എന്ന് അംഗീകരിക്കുക. അതൊരിക്കലും അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആകരുത്. സുരേഷ് ഗോപി സാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും പല ആൾക്കാരെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ജപ്തിയിലിരുന്ന പല വ്യക്തികളെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 9 മാസം മുമ്പ് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ആ വാർത്തയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള അമ്മയ്ക്കൊരു മകളുണ്ട്. അവർക്കും ഇതുപോലെ കേരള ബാങ്കിൽ നിന്ന് ജപ്തി വന്നു. ആ അമ്മയുടെ വീടിന്റെ ജപ്തി നടപടി എല്ലാം റദ്ദാക്കി കൊടുത്ത് ആ വീടിന്റെ ആദായം തിരികെ എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം ആൾക്കാരൊന്നും തന്നെ, അധികം ന്യൂസ് ചാനലുകാരും തന്നെ ഈ വാർത്തയൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനു മുമ്പ് 2 വർഷം മുമ്പ് ഇതുപോലെ 2019 പ്രളയത്തില് വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കർഷകൻ, അവിടെ 2 പേരാണ്, ആ കർഷകനും കർഷകന്റെ ഭാര്യയും പ്രായമായ വ്യക്തികളാണ്. അവരുടെ 25 സെന്റ് സ്ഥലവും ആ ഒരു വീടും കൂടി ജപ്തി ചെയ്ത സമയത്ത് ആ ജപ്തി നടപടി റദ്ദാക്കി അവർക്ക് വീടും സ്ഥലവും തിരികെ നൽകിയ ആളാണ് സുരേഷ് ഗോപി. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരാളുടെയെങ്കിലും മുഖത്തൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ഗോപി സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക. നമ്മളെല്ലാവരും അങ്ങനെ ആകണം. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ, ഇവൻ നമ്മുടെ ശത്രുവാണെന്നുണ്ടെങ്കിൽ പോലും അയാൾ നല്ലത് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് സമ്മതിക്കുക, അംഗീകരിക്കുക. ഞാൻ ഞെട്ടിപ്പോയി. ബാക്കി ചാനലുകാരും തന്നെ ആ വീഡിയോ കൊടുത്തിട്ടില്ല, വേറെ ആരും തന്നെ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇവൻ സുരേഷ് ഗോപി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാപ്ചർ ചെയ്തെടുത്ത് വെച്ച് വിമർശിക്കാറുണ്ട്. ഞാനും വിമർശിക്കാറുണ്ട്. പക്ഷേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിലെ പൊളിറ്റീഷ്യനെ മാത്രമാണ് വിമർശിക്കാറുള്ളത്. അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ഫോൾട്ടും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ പണ്ട് കോടീശ്വരൻ എന്ന് പറയുന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നിന്ന് പൈസ കിട്ടാതെ പോയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പലപ്പോഴും നെഗറ്റീവ് വീഴാറുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ടെങ്കിൽ പോലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. അത് അദ്ദേഹത്തിന് നല്ല മനസ്സ് തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ തോന്നിയതിൽ അദ്ദേഹത്തിന് ഒരു 100 പുണ്യം കിട്ടട്ടെ. അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാകണം രാഷ്ട്രീയക്കാരെപ്പോഴും.